ഈ അടുത്ത ദിവസങ്ങളിൽ മാടവനയിൽ നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭയിലെ പവിത്രമായ ദിവ്യകാരുണ്യത്തെയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും പരിഹസിക്കുന്ന ചില ആളുകളെ കാണുന്നത് കൊണ്ടാണ് കത്തോലിക്ക വിശ്വാസത്തെ അവഹേളിക്കാൻ ഒരാൾ ചെയ്ത വീഡിയോ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ ഒരു അപ്പക്കഷ്ണം വായിലിട്ട് ചവച്ച ശേഷം വായിൽ നിറയെ രക്തം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് അത്ഭുതമല്ല, ഞാനൊരു മാജിക് കാണിച്ചതാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ വെറും മാജിക്കാണ്, നിങ്ങൾ വിശ്വസിക്കരുത്. ഈ മാജിക്കുകാരനെ നമുക്ക് വിശ്വസിക്കാമോ? മാജിക് എന്ന കല ഉപയോഗിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഒന്നും ആക്ഷേപിക്കാനല്ല ഞാനിത് ചോദിക്കുന്നത്. ഒരാൾ മാജിക്കിലൂടെ ഒരു സംഭവം കാണിച്ചു തന്നതുകൊണ്ട് അയാൾ എന്തിനെ അനുകരിക്കുന്നുവോ അത് മാജിക് ആണെന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. പണ്ട് ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന പേരുള്ള ഒരു മാജിക്കുകാരൻ മാജിക്കിലൂടെ മഴ പെയ്യിച്ചിട്ടുണ്ട്. മാജിക് കാണിച്ച ശേഷം അദ്ദേഹം പറയുകയാണ്, ഈ മഴയെന്ന് പറയുന്നത് ഒരു മാജിക്കാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കുമോ? അതെന്ത് ലോജിക്കാണ്? വേറൊരാൾ യേശുദാസിന്റെ സ്വരത്തിൽ പാടിയിട്ട്, യേശുദാസിന്റെ സ്വരം യഥാർത്ഥ സ്വരം അല്ല കേട്ടോ, അദ്ദേഹം മിമിക്രിയിലൂടെ ഉണ്ടാക്കുന്ന സ്വരമാണ്, ഞാൻ ഉണ്ടാക്കിയതുപോലെ എന്ന് പറഞ്ഞാൽ അതും എന്ത് ലോജിക്കാണ്? ഒരാൾ മാജിക്കിലൂടെ അനുകരിച്ചു എന്ന് കരുതി അയാൾ അനുകരിക്കുന്നതെല്ലാം മാജിക് ആകണമെന്നില്ല. എന്റെ ചോദ്യം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കണമെന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ മാടവനയിൽ നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭയിലെ പവിത്രമായ ദിവ്യകാരുണ്യത്തെയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും പരിഹസിക്കുന്ന ചില ആളുകളെ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് വരെ മാടവനയിലെ ദിവ്യകാരുണ്യ അത്ഭുതം ഒരു അത്ഭുതമാണെന്ന് ഞാൻ പറയില്ല. എന്നാൽ കത്തോലിക്ക സഭ നിഷേധിക്കുന്നത് വരെ അതൊരു അത്ഭുതമല്ല എന്നും പറയില്ല. കാരണം അതൊരു അത്ഭുതമാകാമെന്ന് പറയാൻ മാത്രമാണ് എനിക്കിഷ്ടം. കത്തോലിക്ക സഭയെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാമോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. കത്തോലിക്ക സഭയെ വിശ്വസിക്കണോ മാജിക്കുകാരനെ വിശ്വസിക്കണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ട ശേഷം തീരുമാനിക്കുക. പരിശോധിച്ചറിയുന്ന യുക്തി ചിന്തയെ ഔദ്യോഗികമായി പ്രോത്സാഹിപ്പിക്കുന്ന മതവിശ്വാസമാണ് കത്തോലിക്ക സഭയുടേതെന്ന് എത്ര പേർക്കറിയാം? പുരോഹിതനാകാൻ വരുന്നവനെ സ്വന്തം വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ യുക്തി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് സെമിനാരികൾ എന്ന സത്യം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണത്? ഐഥേർണി പത്രിസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ ലിയോ 13 മാർപ്പാപ്പ വിശ്വാസത്തെ മനസ്സിലാക്കാൻ യുക്തി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചതാകട്ടെ യുക്തിയും വിശ്വാസവും തമ്മിൽ നിരക്കാതെ വരാൻ പാടില്ല എന്നാണ്. സത്യാന്വേഷണത്തിൽ മനുഷ്യാത്മാവിനെ സഹായിക്കുന്ന രണ്ട് ചിറകുകളാണ് വിശ്വാസവും യുക്തിയും എന്ന് ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞതോടുകൂടി ഈ വിഷയത്തിൽ ഒരു തീരുമാനമായി. അതായത് യുക്തിയില്ലാത്ത വിശ്വാസവും വിശ്വാസമില്ലാത്ത യുക്തിയും സത്യാന്വേഷണത്തിന് പറ്റില്ല എന്ന് പാപ്പായുടെ വാക്കുകളാണ് ലോകമെങ്ങുമുള്ള കോടാനുകോടി ചിന്താശക്തിയുള്ള ക്രൈസ്തവ യുവാക്കൾ സ്വീകരിച്ചത്. യുക്തിസഹമായ വാദങ്ങളുടെ വെളിച്ചത്തിൽ യുക്തിവാദികൾ തന്നെ പലതും ശാസ്ത്രീയമെന്ന് വിശ്വസിക്കുന്ന ഈ സാഹചര്യത്തിൽ പാപ്പ പറഞ്ഞതിനെ നിഷേധിക്കാനാകുമോ? ഉറച്ച കത്തോലിക്ക വിശ്വാസിയായിരുന്ന ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്ററുടെ വിശ്വാസ പഠനങ്ങളുടെ ചുരുക്കമായി പ്രചരിക്കുന്ന ഒരു വാചകമുണ്ട്. ഒരല്പം ശാസ്ത്രം പഠിക്കുന്നയാൾ ദൈവത്തിൽ നിന്ന് അകലും, എന്നാൽ കൂടുതൽ പഠിക്കുമ്പോൾ അയാൾ ദൈവത്തിലേക്ക് തിരിച്ചു വരും. സ്കൂളുകൾ സ്ഥാപിച്ച ലോകത്ത് ഏറ്റവും അധികം കുട്ടികളെ ശാസ്ത്രം പഠിപ്പിച്ച മതസംവിധാനമായ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവായ പുരോഹിതനായ ജോർജ് ലെമത്തിയർ എന്ന ശാസ്ത്രജ്ഞനെ ലോകത്തിന് നൽകിയ കത്തോലിക്ക സഭയെ വിശ്വസിക്കണോ അതോ ഒരു മാജിക്കുകാരനായ യുക്തിവാദിയെ വിശ്വസിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. മാടവനയിലെ കാര്യം തൽക്കാലം നിൽക്കട്ടെ. നമുക്ക് മറ്റു ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കാം. ലോകമെമ്പാടും ആയിരക്കണക്കിന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എങ്കിലും വെറും 153 എണ്ണം മാത്രമേ കത്തോലിക്ക സഭ യുക്തിസഹമായി വിശ്വാസയോഗ്യമായി അംഗീകരിച്ചിട്ടുള്ളൂ. തീർത്ഥാടകരെ സൃഷ്ടിക്കാനായിരുന്നെങ്കിൽ ഈ ആയിരങ്ങളെയും സഭയ്ക്ക് അംഗീകരിക്കാമായിരുന്നു. 90% അത്ഭുതങ്ങളെയും അങ്ങനെ പറയണ്ട എന്ന് തീരുമാനിച്ച സഭ എന്തുകൊണ്ടാണ് 153 എണ്ണത്തിൽ അങ്ങനെ ആകാമെന്ന് പറഞ്ഞതെന്ന് നിഷ്പക്ഷതയോടെ ചിന്തിക്കാൻ യുക്തിയുള്ളൊരു മനുഷ്യൻ തയ്യാറാകണ്ടേ? അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു അത്ഭുതത്തിന്റെ കാരണം അന്വേഷിച്ചാൽ നിങ്ങളുടെ യുക്തി എന്ത് പറയുമെന്ന് നോക്കുക. ഇറ്റലിയിലെ ലാഞ്ചിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് 1300 വർഷങ്ങൾക്ക് മുമ്പ് തിരുവോസ്തി മനുഷ്യ മാംസമായും വീഞ്ഞ രക്തക്കട്ടകളായും മാറി. ഈ തിരുശരീര രക്തങ്ങൾ ശാസ്ത്ര പരിശോധനകൾക്ക് പലതവണ വിട്ടുകൊടുക്കാൻ തിരുസഭ ഒരു മടിയും കാണിച്ചില്ല. മാജിക്കിലൂടെ മാറ്റിയതാണെങ്കിൽ ആ മാംസവും രക്തവും അഴുകിപ്പോകണം. എന്നാൽ 1300 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അഴുകിയിട്ടില്ല എന്ന് മാത്രമല്ല, ജീവസുറ്റതാണ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നും അവിടെ പോയി നേരിട്ട് കാണാവുന്ന സംഭവമായിരിക്കും.
അതിനെ ഏത് യുക്തി കൊണ്ട് നിഷേധിക്കും? വിശുദ്ധരുടെ ശരീരം അഴുകാത്തതിന് ശാസ്ത്രീയ കാരണങ്ങൾ പറഞ്ഞവരുണ്ട്. എന്നാൽ ഗോതമ്പപ്പം മാംസമായി മാറിയതിന്റെ കാരണം പറഞ്ഞിട്ട് വേണം അഴുകാത്തതിന്റെ കാരണം അന്വേഷിക്കാൻ. എന്നിട്ട് വേണം അത് പുതുമയോടെ ഇരിക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കാൻ. ഇതെന്റെ ശരീരമാണെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്, തിരുവോസ്തിയിൽ ഈശോ തന്നെയാണെന്ന് നമ്മുടെ വിശുദ്ധർ പഠിപ്പിച്ചത്, സത്യമാണെന്ന് നമ്മുടെ യുക്തി സ്ഥാപിച്ചു തരുന്ന ഒരു അടയാളമാണോ ഇത്? നിങ്ങൾ ചിന്തിക്കൂ. രക്തഗ്രൂപ്പുകളെ കുറിച്ച് മനുഷ്യന് അറിവ് ലഭിക്കുന്നതിന് മുൻപാണ് ടൂറിനിലെ കച്ചയിൽ രക്തം പുരണ്ടത്, ലാഞ്ചിയാനോയിലെ വീഞ്ഞ് രക്തമായത്. എന്നാൽ പരിശോധനയ്ക്ക് കൊടുത്തപ്പോൾ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ കണ്ടത് 4% താഴെ ആൾക്കാർക്ക് മാത്രമുള്ള AB പോസിറ്റീവ് രക്തമാണ് രണ്ടിടത്തുമെന്നാണ്. വ്യാജമായി സംഘടിപ്പിച്ച രക്തമാണെങ്കിൽ ഗ്രൂപ്പുകളെ കുറിച്ച് അറിവ് ലഭിക്കുന്നതിന് മുൻപ് സഭയ്ക്ക് ലഭിച്ച തിരുരക്ത സാമ്പിളുകളിൽ 2 രക്തഗ്രൂപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ വളരെ കൂടുതൽ? ഒരു കത്തോലിക്കൻ ഫോസിൽ റെക്കോർഡുകളുടെയും മറ്റു ചില സമാനതകളുടെയും വെളിച്ചത്തിൽ ഡാർവിൻ പഠിപ്പിച്ച പരിണാമ സിദ്ധാന്തത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദിവ്യകാരുണ്യത്തിന് സംഭവിച്ച പരിണാമം ദൈവത്തിൽ നിന്നാണ് എന്നും യേശു പറഞ്ഞ വചനം സത്യമാണെന്നും വിശ്വസിച്ചാൽ അത് യുക്തിയില്ലാത്ത വിശ്വാസമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് വെറുതെ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടാതെ സഭ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എന്ത് പറയുന്നുവെന്ന് കാത്തിരിക്കുന്ന കത്തോലിക്കൻ യുക്തിരഹിതനാണെന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യം ഒരിക്കലും പരാജയപ്പെടാതിരിക്കട്ടെ. എന്നോടൊപ്പം പറയുക, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.